കലിപ്പൻ പോലീസും വായാടി പെണ്ണും. രചന സൂര്യകാന്തി. ആ രാത്രി മഴ നഗരത്തെ മുഴുവൻ വിഴുങ്ങിയിരുന്നു. മിന്നലിന്റെ വിളിച്ച് ഇടയ്ക്കിടെ ആകാശം കീറിമുറിക്കുമ്പോൾ ടെറസിന്റെ അരികിൽ നിന്ന് മഴത്തുള്ളികളെ കൈകൾ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഗൗരി. വെള്ള നിറമുള്ള ചുരിദാർ മുഴുവൻ നനഞ്ഞ ശരീരത്തോട് ഒട്ടിക്കിടന്നു. മുടിയിൽ നിന്നും വെള്ളം തുളുമ്പി കവിളിലൂടെ ഒഴുകി. ആ മഴയിൽ അവൾക്ക് ഒരു കുഞ്ഞിന്റെ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ പിന്നിൽ പെട്ടെന്നൊരു കാലച്ച കേട്ടപ്പോൾ അവളുടെ ഹൃദയം നിശ്ചലമായി. അവൾ തിരിഞ്ഞു നോക്കിയ നിമിഷം കറുത്ത ഷർട്ടും മഴയിൽ നനഞ്ഞ കണ്ണുകളുമായി കയ്യിൽ തോക്കും പിടിച്ചു നിൽക്കുന്ന ഒരാൾ. ഗൗരിയുടെ ആദരങ്ങളിൽ നിന്നും ഒരു നിലവിളി പുറത്തേക്ക് പൊട്ടിത്തെറിക്കും മുമ്പേ അവൻ വേഗത്തിൽ അവളുടെ അടുത്തെത്തി ഒരു കൈ കൊണ്ട് അവളുടെ വായ മൂടി. നിലവിളിച്ച എല്ലാവരോടും ഞാൻ പറയും നമ്മൾ തമ്മിൽ ലവേഴ്സാണെന്ന്. ഗൗരിയുടെ കണ്ണുകൾ ഭയത്തിൽ വലുതായി. അവൾ വിറച്ചു. മഴത്തുള്ളികൾക്കൊപ്പം ഭയവും ശരീരമൊട്ടാകെ പടർന്നു. പക്ഷെ അടുത്ത നിമിഷം അവൻ ചെയ്തത് അവളെ കൂടുതൽ അമ്പരിപ്പിച്ചു. അവൻ ഫോണെടുത്ത് അവളെ ചേർത്ത് പിടിച്ച പോലെ അടുത്തേക്ക് വലിച്ചു. പിന്നെ ഒരു സെൽഫി. ഫ്ലാഷ് തെളിഞ്ഞ നിമിഷം ഗൗരിയുടെ ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു. ഇപ്പൊ തെളിവുണ്ടല്ലോ. അവൻ ചിരിച്ചു. നീ ഒച്ച വെച്ച നാളെ നാട്ടുകാർ മൊത്തം പറഞ്ഞെടുക്കും നീ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയെന്ന്. അവൾ കോപത്തിലും ഭയത്തിലും കണ്ണു നിറച്ച് അവനെ നോക്കി. നിങ്ങൾക്ക് എന്തു വേണം? അവളുടെ ശബ്ദം വിറച്ചു. അവൻ മറുപടി അറിഞ്ഞില്ല. പകരം അവളുടെ കൈ പിടിച്ച് ടെറസ് ഡോർ തുറന്ന് അകത്തേക്ക് നടന്നു. വീടിനുള്ളിൽ മുഴുവൻ നിശബ്ദത. ഘടികാരത്തിന്റെയും മഴയുടെയും ശബ്ദം മാത്രം. അമ്മയും അച്ഛനും കല്യാണത്തിന് പോയി, രാവിലെ വരൂ, ഗൗരി പതുക്കെ പറഞ്ഞു. ആ ഒരു നിമിഷം അവളെ നോക്കി നിന്നു. അപ്പോഴാണ് ഗൗരിക്ക് തന്റെ അവസ്ഥ മനസ്സിലായത്. നനഞ്ഞ വസ്ത്രങ്ങൾ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്ക് അസ്വസ്ഥതയായി. അവൾ കൈകൊണ്ട് ദുപ്പട്ട പിടിച്ച് മറക്കാൻ ശ്രമിച്ചു. ഗോ ആൻഡ് ചേഞ്ച്, അവൻ ശാന്തമായി പറഞ്ഞു. ഗൗരി അതിശയത്തോടെ അവനെ നോക്കി. ഞാനിവിടെ നിന്നോളാം, നീ പേടിക്കണ്ട. ആ ശബ്ദത്തിൽ മുമ്പുണ്ടായിരുന്ന ഭീഷണിയിലായിരുന്നു. മഴ കഴിഞ്ഞ ശേഷം വരും തണുത്ത കാറ്റ് പോലൊരു ശാന്തത മാത്രം. ഗൗരി ഒന്നും പറയാതെ മുറിയിലേക്ക് നടന്നു. പക്ഷെ വാതിലടക്കുന്നതിന് മുമ്പ് അവളും തിരിഞ്ഞു നോക്കി. ഹാളിലെ മങ്ങിയ വെളിച്ചത്തിൽ ആ മനുഷ്യൻ ഇപ്പോൾ ജനലരികിൽ നിന്ന് മഴ നോക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഗൗരി മുറിയിൽ നിന്ന് പുറത്തു വന്നു. ഇളനീല നിറമുള്ള കോട്ടൺ നൈറ്റ് ഡ്രസ്സ് നനഞ്ഞ മുടി ടവൽ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു. ഹാളിലെ ലൈറ്റിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവളെ കണ്ട നിമിഷം അവൻ കുറച്ചു നേരം നോക്കി നിന്നു. എന്താ? ഗൗരി അസ്വസ്ഥതയോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. അവളൊന്നും അടിച്ചു നിന്നു. പിന്നെ പതുക്കെ ചോദിച്ചു, നിങ്ങൾ ടെററിസ്റ്റ് ആണോ? അടുത്ത സെക്കൻഡിൽ അവൻ ഉറക്കെ ചിരിച്ചു. ആ ചിരി കേട്ട് ഗൗരി തന്നെ ഒന്ന് ഞെട്ടി. അത്ര നേരം ഭീഷണി പോലെ ഇന്ന് മനുഷ്യൻ ഇപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ്. സീരിയസ്ലി? അവൻ ചിരി അടക്കാൻ ശ്രമിച്ചു. എന്നെ കണ്ട ടെററിസ്റ്റിനെ പോലെയുണ്ടോ? ആളുടൻ പറഞ്ഞു. കയ്യിൽ ഗണ്ണുണ്ട്, രാത്രി ടെറസ് വഴി വീട്ടിൽ കയറുന്നു, സെൽഫി എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഇതിൽ കൂടുതൽ എവിഡൻസ് വേണോ? അവൻ വീണ്ടും ചിരിച്ചു. വാവ്, കാണുന്ന പോലെയല്ല, ഭയങ്കര ബുദ്ധിയാണല്ലേ. പിന്നെ അവൻ കണ്ണുകൾ ചെറുതാക്കി അവളെ നോക്കി. പക്ഷെ ഒരു ടെററിസ്റ്റ് ഇങ്ങനെ ക്യൂട്ടായ പെണ്ണിനെ കണ്ടിട്ട് സെൽഫി മാത്രം എടുത്ത് വിടുവോ? ഗൗരിയുടെ കവിളുകൾ പെട്ടെന്ന് ചുവന്നു. അപ്പൊ ഞാൻ ക്യൂട്ടാണല്ലേ? താങ്ക്സ്. അത് കോംപ്ലിമെന്റ് അല്ല. എനിക്കങ്ങനെയാ തോന്നിയത്. ചെറുതായി അവളുടെ അതരങ്ങളിൽ ഒരു ചിരി വിരിഞ്ഞു. അവനെ ശ്രദ്ധിച്ചു. അവൾ ചിരിക്കുമ്പോൾ കണ്ണിന്റെ കോണിൽ വരുന്ന ആ ചെറിയ വളവ്. നിന്നെ കണ്ടിട്ട് ഒരുപാട് സംസാരിക്കാൻ തോന്നില്ല നീ. എനിക്ക് ടെൻഷനാണ്, ഞാൻ കൂടുതൽ സംസാരിക്കും. ഗുഡ്, കീപ് ടോക്കിംഗ്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. അവനാളെ നോക്കി ചിരിച്ചു. പിന്നീട് പെട്ടെന്ന് അവൻ വയറ് പിടിച്ചു. ഓഫ്, ഡാം ഇറ്റ്, വിശക്കുന്നു. അതിന് ഞാനും ചെയ്യാനാ? ഗൗരി അല്പം കടുപ്പത്തിൽ ചോദിച്ചു. കിച്ചൺ എവിടെയാ? എന്തിന്? ഫുഡ് ഉണ്ടാക്കാൻ. ഗൗരി അതിശയിച്ചു. നിങ്ങൾക്ക് കുക്കിംഗ് അറിയോ? സർവൈവൽ സ്കിൽ ബേബി. ബേബി എന്ന് വിളിക്കണ്ട എന്നെ. ഓക്കെ മോളെ. അതും വേണ്ട. അവൻ ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. അവളും പിന്നാലെ പോയി. ഫ്രിഡ്ജ് തുറന്നു നോക്കി അവൻ പറഞ്ഞു, എഗ് വെജിറ്റബിൾസ്. പെർഫെക്റ്റ്. നിങ്ങളിവിടെ താമസം തുടങ്ങാൻ പോവാണോ? ആ, വേണേ തുടങ്ങാം. എന്തേ? നോ താങ്ക്സ്, ആളൊരു പുച്ഛത്തോടെ പറഞ്ഞു. അവൻ സ്ലീവ് മടക്കി കുക്കിംഗ് തുടങ്ങുമ്പോൾ ഗൗരി അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ചൂടായ പാനിൽ ബട്ടർ വീണ ശബ്ദം, മുളകിന്റെയും വെളുത്തുള്ളിയുടെയും മണം കിച്ചൺ മുഴുവൻ പടർന്നു. സിദ്ധർ, അവൻ ടേബിൾ കാണിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ ന്യൂഡിൽസ് ഓംലേറ്റും പ്ലേറ്റിലാക്കി അവിടെ മുന്നിൽ വെച്ചു. കഴിക്ക്. എനിക്ക് വേണ്ട. വൈ? നിങ്ങളിതിൽ വല്ല വിഷവും ചേർത്തിട്ടുണ്ടെങ്കിലോ? നിന്നെ കൊല്ലാനായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്യില്ലായിരുന്നു. കഴിക്ക്. വിശപ്പില്ല. അവൻ പെട്ടെന്ന് പ്ലേറ്റ് ടേബിളിലേക്ക് ഒരു ശക്തിയിൽ വെച്ചു. ഞാൻ പറഞ്ഞാൽ കേൾക്കണം. ആ ശബ്ദത്തിൽ വീണ്ടും ഒരു ഭീഷണിയുടെ സ്വരം തിരികെ എത്തി. ഗൗരി ഒന്ന് പേടിച്ചു. പിന്നെ മിണ്ടാതെ ഫോർക്ക് എടുത്ത് കുറച്ച് കഴിച്ചു. അടുത്ത നിമിഷം അവൾ അതിശയത്തോടെ അവനെ നോക്കി. കൊള്ളാലോ? അവൻ വിജയിച്ച പോലെ ചിരിച്ചു. ഓഫ് കോഴ്സ്. കിച്ചൺ ടേബിളിൽ ഇരുന്ന 2 കോഫി മഗിൽ നിന്നും പുകയിരുമ്പോൾ ഗൗരി അവനെ നോക്കി ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ?
അവൻ മക അതരങ്ങളിലേക്ക് കൊണ്ടുപോയി. പിന്നെ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു, ഇത്ര നേരം സംസാരിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോഴാണോ ഓർമ്മ വന്നത്? അതെ, കാരണം ആദ്യം ഞാൻ വിചാരിച്ചത് നിങ്ങളൊരു ഗുണ്ടയാണെന്നാ. ഇപ്പോ ആളൊന്നും ചിന്തിച്ചു. അവൻ ചിരിച്ചു. അർണവ് എന്റെ പേര്. ഗൗരി കുറച്ചേരം ആ പേര് മനസ്സിൽ ആവർത്തിച്ചു. അർണവ്, പണ്ടൊരു ഹിന്ദി സീരിയൽ ഉണ്ടായിരുന്നു, അതിൽ ഹീറോന്റെ പേര് അർണവ് എന്നാ. അടിപൊളി സീരിയലായിരുന്നു. അവൾ ആവേശത്തോടെ പറഞ്ഞു. ഞാൻ ഹീറോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അവൾ നേരെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇല്ല, വില്ലൻ. അവൻ വീണ്ടും ചിരിച്ചു. ആ ചിരി കേൾക്കുമ്പോൾ ഗൗരിക്ക് എന്തുകൊണ്ടോ പേടി കുറയുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവർ ഹാളിൽ സോഫയിലേക്ക് മാറിയിരുന്നു. വിൻഡോ ഗ്ലാസ്സിൽ മഴത്തുള്ളിൽ വീണ് ചിതറുന്ന ശബ്ദം മാത്രം. നിനക്കെന്താ ഇഷ്ടം? അർണവ് ചോദിച്ചു. മഴ, പുസ്തകങ്ങള്, പ്രകൃതി, ഓൾഡ് സോങ്സ്, പിന്നെ ആരെങ്കിലും എന്നെ കേട്ടിരിക്കണം. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഒരുപാട് സംസാരിക്കും. അർണവ് അവളെ ശാന്തമായി നോക്കി. അതുകൊണ്ടാ ഞാൻ ഇപ്പോഴിവിടെ ഇരിക്കുന്നത്. ആ വാക്കുകൾ കേട്ട് ഗൗരിയുടെ ഹൃദയം ഒന്ന് നിശ്ചലമായി. അവൾ കണ്ണുമാറ്റി. നിങ്ങൾക്കോ എന്താ ഇഷ്ടം? അർണവ് കുറച്ചു നേരം മിണ്ടിയില്ല. സമാധാനം. കുറെ നാളായി കിട്ടാത്തൊരു സാധനം. അവൻ അവസാനം പറഞ്ഞു. നിങ്ങളെപ്പോഴും ഗണ്ണുകൊണ്ട് കിടക്കുവോ? അവൾ പതുക്കെ ചോദിച്ചു. ഇല്ല. അപ്പൊ ഇന്ന്? അവൻ മറുപടി പറഞ്ഞില്ല. പുറത്ത് മിന്നൽ തെളിഞ്ഞു. ഗൗരി വിഷയം മാറ്റാൻ ശ്രമിച്ചു. സ്കൂളിൽ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഒരു ടീച്ചർ എന്നെ റേഡിയോ എന്ന് വിളിക്കായിരുന്നു. റിയലി? അവൻ വെറുതെ ഷോക്കാവുന്ന പോലെ കാണിച്ചു. സീരിയസ്ലി? അവൾ ചിരിച്ചു. കറക്റ്റ് പേരാ. നീ ശ്വാസം പോലും എടുക്കാതല്ലേ സംസാരിക്കുന്നേ. എന്റെ സംസാരം ബോറിംഗ് ആണോ? അവൻ അവളോട് കുറച്ചടുത്തേക്ക് ചാഞ്ഞു. ആക്ച്വലി നീ സംസാരിക്കുമ്പോ വീട് എംപ്റ്റി ആയി തോന്നില്ല. ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ എവിടെയോ പതിഞ്ഞു. രാത്രി 2 മണി കഴിഞ്ഞു. അവൾ റാൻഡം കാര്യങ്ങൾ സംസാരിച്ചു. ചൈൽഡ്ഹുഡ് മെമ്മറീസ്, ഫേവറേറ്റ് ഫുഡ്സ്, മൂവീസ്, ഫിയർ, ഡ്രീംസ്. ഒരു സമയത്ത് ഗൗരി സോഫയിൽ കാലുകൾ മടക്കിയിരുന്ന് കഥ പറയുകയായിരുന്നു. അപ്പൊ ഞാൻ സൈക്കിളോടിച്ച് നേരെ പുഴയിലേക്ക് വീണു. അർണവ് ചിരി അടക്കാൻ പറ്റാതെ ചിരിച്ചു. അവൻ അവളെ തന്നെ നോക്കി നിന്നു. ആ കണ്ണുകളിൽ ഇപ്പോൾ ഭീഷണിയിലായിരുന്നു. പകരം മഴ കഴിഞ്ഞ രാത്രിയിൽ ആകാശം പോലെ ഒരു ശാന്തത. ഗൗരി, അവൻ ആദ്യമായി വളരെ മൃദുവായി വിളിച്ചു. നിനക്ക് പേടിയില്ലേ ഇപ്പോ? അവൾ കുറച്ചേരം മിണ്ടാതവനെ നോക്കി. പിന്നെ പതുക്കെ തലകുലുക്കി. ഇല്ല. ആ ഒരു വാക്ക് കേട്ടപ്പോൾ അർണവ് കണ്ണുകൾ താഴ്ത്തി ചിരിച്ചു. പുലർച്ചെ 4:30 ഗൗരിയുടെ കണ്ണുകൾ ഉറക്കത്തിൽ അടയാൻ തുടങ്ങി. അവൾ സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് നിശബ്ദമായി. ഗൗരി റെസ്പോൺസ് ഇല്ല. അർണവ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ സോഫയുടെ അരികിൽ തലയാഴ്ച ഉറങ്ങിപ്പോയിരുന്നു. അവൻ കുറച്ചേരം അവളെ നോക്കി നിന്നു. നനഞ്ഞ മുടിയുടെ ചെറിയ ചുരുളുകൾ ഇപ്പോഴും കവിളിൽ ഒട്ടിക്കിടക്കുന്നു. ഉറക്കത്തിലും അവളുടെ അതരങ്ങളിൽ ചെറിയൊരു ചിരി. അർണവ് വളരെ പതുക്കെ ബ്ലാങ്കറ്റ് എടുത്ത് അവളുടെ മേൽ വിരിച്ചു. പിന്നെ അവളുടെ അരികിൽ നിലത്തിരുന്നു. പുറത്ത് മഴ അവസാനിക്കുകയായിരുന്നു. പക്ഷെ അവന്റെ ഉള്ളിൽ ആദ്യമായി എന്തോ ഒന്ന് ആരംഭിക്കുകയായിരുന്നു. രാവിലെ മഴ തോർന്നിരുന്നു. ജനലിലൂടെ കയറി വന്ന മങ്ങിയ സൂര്യപ്രകാശം ഗൗരിയുടെ മുഖത്ത് വീണപ്പോൾ അവൾ പതുക്കെ കണ്ണു തുറന്നു. ഒരു നിമിഷം അവൾക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഇന്നലെ രാത്രിയിലെ ഓരോ കാര്യവും ഓർമ്മയിലേക്ക് തിരിച്ചു വന്നു. ടെറസ്, ഗണ്ണ്, സെൽഫി, കോഫി, അവന്റെ ചിരി. അർണവ്? അവളുടെ അതരങ്ങൾ അറിയാതെ ആ പേര് വിളിച്ചു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ഹാളിൽ നിശബ്ദത. അർണവ്? അവൾ വീണ്ടും വിളിച്ചു. അവൾ ബ്ലാങ്കറ്റ് മാറ്റി വേഗത്തിൽ എഴുന്നേറ്റു. സോഫക്കരികിൽ അവൻ ഇന്നലെ ഇരുന്നിടം ശൂന്യം. കിച്ചണിലേക്ക് ഓടി. അവിടെ ആരുമില്ല. പക്ഷെ സ്റ്റൗവിന് മുകളിൽ പാത്രം ഉണ്ടായിരുന്നു. അവൾ അടുത്തുനിന്ന് നോക്കി. കോഫി? അപ്പോഴും ചെറുതായി ചൂടുണ്ടായിരുന്നു. ഗൗരിയുടെ ഹൃദയം എന്തോ ശൂന്യമായതുപോലെ തോന്നി. അവൾ വീട്ടിലെ ഓരോ മുറിയും നോക്കി നടന്നു. ബാൽക്കണി, ഗസ്റ്റ് റൂം, ടെറസ്. പക്ഷെ എവിടെയും അർണവില്ല. ടെറസിലേക്ക് എത്തിയപ്പോൾ രാത്രി മഴയിൽ നനഞ്ഞ നിലം ഇപ്പോഴും തണുപ്പായിരുന്നു. അവൾ അവിടെ നിശ്ചലമായി നിന്നു. ഇന്നലെ അവൻ അവിടെ വായ മൂടിയ അതേ സ്ഥലം, സെൽഫി എടുത്ത അതേ കോർണർ. പക്ഷെ ഇപ്പോൾ അവന്റെ സാന്നിധ്യത്തിന്റെ ഒരു മണം മാത്രം ബാക്കിയുണ്ടായിരുന്നു. ഗൗരി പെട്ടെന്ന് മനസ്സിലാക്കി അവൾ അവനെ അന്വേഷിക്കുകയാണ്. ഒരു രാത്രി മാത്രം പരിചയമുള്ള ഒരാളെ. അത് മനസ്സിലായ നിമിഷം അവൾക്ക് തന്നെ ചിരി വന്നു. ക്രേസി, അവൾ സ്വയം പറഞ്ഞു. പക്ഷെ ആ ചിരിയിൽ ഒരു ചെറിയ വിഷാദമുണ്ടായിരുന്നു. അവൾ താഴേക്ക് ഇറങ്ങാൻ തിരിഞ്ഞപ്പോൾ ടെറസ് ഡോറിനരികിൽ എന്തോ കിടക്കുന്നു കണ്ടു. ഒരു ചെറിയ ബ്ലാക്ക് ഹൂഡി. അവൾ അതെടുത്തു. നനഞ്ഞ മഴയുടെ മണം, കൂടാതെ അവന്റെ പെർഫ്യൂം. ഹൂഡി കൈകൾ പിടിച്ച നിമിഷം അവളുടെ ഹൃദയമല്ലാതെ മിടിച്ചു. പോക്കറ്റിൽ എന്തോ ഉള്ളതായി തോന്നി അവൾ കൈയിട്ടെടുത്തു. ഒരു പേപ്പർ. ഗൗരി അത് പതുക്കെ തുറന്നു. അതിൽ എഴുതിയിരുന്നു, ഐ റേഡിയോ. ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ഉറങ്ങുന്നുണ്ടപ്പോ വിളിക്കാൻ തോന്നിയില്ലടോ, അതാ പറയാതെ പോയെ. താങ്ക്സ് ഫോർ ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ നൈറ്റ് ഐ എവർ ഹാഡ്. അർണവ്. അവളുടെ ആദരങ്ങളിൽ അറിയാതെ ഒരു ചിരി വിരിഞ്ഞു. ഇഡിയറ്റ്, അവൾ വളരെ പതുക്കെ പറഞ്ഞു. ഗൗരി ബെഡിലേക്ക് വീണ് കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. അവൻ പോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു.
പക്ഷെ വീട്ടിലെ ഓരോ കോണിലും ഇപ്പോഴും അർണവിന്റെ പ്രസൻസ് ഉണ്ടെന്ന പോലെ തോന്നി. ആൾ ഓരോന്ന് ചിന്തിച്ച് കിടക്കുമ്പോഴായിരുന്നു ഫോൺ വൈബ്രേറ്റ് ചെയ്ത്. അൺനോൺ നമ്പർ. ആൾ മെസ്സേജ് തുറന്നു. മിസ് മീ ഓൾറെഡി റെഡിയോ. ആളുടെ അതിരങ്ങൾ അറിയാതെ ചിരിവിരിഞ്ഞു. ഇഡിയറ്റ് ആൾ പതുക്കെ പറഞ്ഞു. പക്ഷെ റിപ്ലൈ ടൈപ്പ് ചെയ്യാൻ പോകുമ്പോൾ ആൾ പെട്ടെന്ന് സീരിയസ് ആയി. എന്റെ നമ്പർ ഇവിടെ നീട്ടി. ഇന്നലെ രാത്രി മൊത്തം ഞാൻ നിന്റെ വീട്ടിലുണ്ടായിരുന്നില്ലേ, പിന്നെ നമ്പർ കണ്ടുപിടിക്കാനാണ് അത്ര ബുദ്ധിമുട്ട് ബേബി. ഗൗരിയുടെ കണ്ണുകൾ വലുതായി. ഡോണ്ട് കോൾ മീ ബേബി. ഓക്കെ റേഡിയോ. ഈ മനുഷ്യനെ കൊല്ലും ഞാൻ. ആൾ പില്ലോ പിടിച്ച് മുറുമുറുത്തു. അവൾ അടുത്ത മെസ്സേജ് അയച്ചു. ഡിലീറ്റ് ദാറ്റ് സെൽഫി. ഈ പ്രാവശ്യം റിപ്ലൈ വരാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ സ്ക്രീനിൽ തെളിഞ്ഞു. വൈ? ആരെയും കണ്ടാൽ എന്ത് വിചാരിക്കും? പേടിയാണോ റേഡിയോ? ആ ചോദ്യം കണ്ട നിമിഷം ഗൗരി നിശബ്ദമായി. തനിക്ക് പേടിയാണോ? സെൽഫി പുറത്തു പോയാൽ ആളുകൾ എന്തു പറയുമെന്നോ, അല്ലെങ്കിൽ ഒരു രാത്രി മാത്രം കണ്ട ഒരാൾ തന്റെ ജീവിതത്തിൽ ഇത്ര വേഗം ഇമ്പോർട്ടൻ്റ് ആയി മാറിയതാണോ പേടി? ആൾ റിപ്ലൈ ടൈപ്പ് ചെയ്തു. മേ ബി. അർണവിന്റെ റിപ്ലൈ ഉടനെ വന്നു. ഡോൺ ബി. ആ ചിത്രം എൻ്റെ അടുത്ത് സുരക്ഷിതമാണ്. പിന്നെ വീണ്ടും അവൻ്റെ മെസ്സേജ് വന്നു. ആക്ച്വലി മഴയത്ത് നിന്നെ കാണാൻ അത്രയും അടിപൊളിയായിരുന്നു. എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗൗരിയുടെ കവിളുകൾ ചൂടായി. ആളുടനെ റിപ്ലൈ അയച്ചു. ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്നെ വീഴ്ത്താന്ന് ഇരുതണ്ട. പക്ഷെ നീ ഇത് വാങ്ങിച്ചപ്പോൾ ചിരിച്ചല്ലോ. അവന്റെ റീപ്ലൈ കണ്ട ഉടനെ ഗൗരി ഫോൺ നെഞ്ചിലേക്ക് വലിച്ചെറിഞ്ഞു. ദൈവം ഇങ്ങനെ ഇവിടെ വല്ല ക്യാമറയും വെച്ചിട്ടുണ്ടോ? ഞാൻ ചിരിച്ചത് എങ്ങനെ അറിഞ്ഞു? പക്ഷേ കുറച്ച് സെക്കൻഡുകൾക്കകം അവൾ വീണ്ടും ഫോൺ എടുത്തു. കാരണം അവന്റെ നെക്സ്റ്റ് മെസ്സേജ് വരാൻ അവൾ ഓൾറെഡി വെയിറ്റ് ചെയ്യായിരുന്നു. അടുത്ത ദിവസം ഒരു വൈകുന്നേരം. ഗൗരി മുറുക്കി പിടിച്ചോ, ഇല്ല വീഴും. ബൈക്ക് ഓടിച്ചുകൊണ്ട് ആദ്യം ചിരിച്ച് പറഞ്ഞു. സ്പീഡ് കുറച്ചു പോടാ. അവൾ എന്നെ ഷർട്ട് പിടിച്ചു. പേടിയാണോ? നിന്റെ ഡ്രൈവിംഗ് കണ്ട ആർക്കും പേടിയാവും. ആദ്യയുടെ കസിനായിരുന്നു, ചൈൽഡ്ഹുഡ് മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ട്. അവർ ചിരിക്കുമ്പോഴായിരുന്നു മുന്നിൽ പോലീസ് ഇൻസ്പെക്ഷൻ കണ്ടത്. വാഹനങ്ങളെല്ലാം സൈഡിലേക്ക് മാറ്റി ചെക്കിങ് നടക്കുന്നു. ഡാമിച്ച്. ആദ്യം ബ്രേക്ക് പിടിച്ചു. ഒരു പോലീസ് ഓഫീസർ അടുത്തു വന്നു. പേപ്പേഴ്സ് ചോദിച്ചു. ആദ്യം വാലറ്റ് എടുക്കുമ്പോഴാണ് ഗൗരിയുടെ കണ്ണുകൾ പെട്ടെന്ന് നിശ്ചലമായത്. കുറച്ചകലെയായി പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന ഒരാൾ, അർണവ്. ആളുടെ ഹൃദയം ഒരു നിമിഷം തെറ്റിമിടിച്ചു. IPS ബാഡ്ജ് യൂണിഫോമിൽ തിളങ്ങുന്നുണ്ടപ്പോൾ അവൾക്കൊരു നിമിഷം വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അർണവ്? അവളുടെ ആദരങ്ങൾ അറിയാതെ ആ പേര് വിളിച്ചു. അതേസമയം അവനവളെ കണ്ടു. അവന്റെ കണ്ണുകൾ ആദ്യം ഗൗരിയിലേക്ക് എത്തി, പിന്നെ അവളുടെ കൈ ഇപ്പോഴും ആദിയുടെ ഷർട്ടിൽ പിടിച്ചിരിക്കുന്നതിലേക്ക്. ആ നിമിഷം അവന്റെ മുഖമൊന്ന് മുറുകി. അവൻ പതുക്കെ അവരുടെ ബൈക്കിനടുത്തേക്ക് നടന്നു. പക്ഷെ അടുത്ത നിമിഷം അവൻ പറഞ്ഞവളെ ഞെട്ടിച്ചു. ലൈസൻസ്. ഒരു പരിചയമില്ലാത്ത ആളെപ്പോലെ ഗൗരി അവനെ നോക്കി നിന്നു. ഇന്നലെ രാത്രി കോഫി ഉണ്ടായി തന്ന അതേ മനുഷ്യൻ ഇപ്പോൾ കണ്ണുകളിൽ ഒരു പരിചയം കാണിക്കാതെ നിൽക്കുന്നു. ആദ്യം പേപ്പേഴ്സ് കൊടുത്തു. അർണവ് എടുത്തു നോക്കി. പിന്നെ വളരെ പതുക്കെ ചോദിച്ചു, ഹു ഈസ് ഷീ? ആദ്യം ക്യാഷ്വലായി ചിരിച്ചു. മൈ കസിൻ. ആ ഒരു വാക്ക് കേട്ട നിമിഷം അർണവിന്റെ മുഖത്തെ കടുപ്പൽപ്പം കുറഞ്ഞു. പക്ഷെ ഉടൻ തന്നെ എക്സ്പ്രഷൻ വീണ്ടും ബ്ലാങ്ക് ആയി. അവൻ RC ബുക്ക് കയ്യിൽ പിടിച്ച് പിന്നോട്ട് നീങ്ങി. സർ. ആദ്യം കൺഫ്യൂസ്ഡായി വിളിച്ചു. അർണവ് നേരെ ഗൗരിയെ നോക്കി. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പെൻഡിങ്. അവൻ ശാന്തമായി പറഞ്ഞു. ഇഫ് യു വാണ്ട് ദി RC ബുക്ക് കം ടു ദി സ്റ്റേഷൻ. എക്സ്ക്യൂസ് മീ. ഗൗരി ഷോക്കായി. എനി പ്രോബ്ലം? നിങ്ങൾ? അവൾ പറയാൻ തുടങ്ങുമ്പോൾ അവൻ അടുത്തേക്ക് വന്നു. അത്രയടുത്ത്. അവന്റെ പെർഫ്യൂം പോലും അവൾക്ക് അനുഭവപ്പെട്ടു. അവൻ വളരെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, പബ്ലിക് പ്ലേസ് ആണ്, അതിനാൽ ബിഹേവ് യുവർ സെൽഫ് റേഡിയോ. ഓക്കെ? ഗൗരിയുടെ ഹൃദയമെല്ലാം ഇടിച്ചു. അവൻ വീണ്ടും പ്രൊഫഷണൽ ടോണിലേക്ക് മാറി. യു കാൻ ലീവ് നൗ. പിന്നെ RC ബുക്ക് എടുത്ത് തിരിഞ്ഞടന്നു. ഇതെന്തൊരു ആറ്റിറ്റ്യൂഡാ, IPS ആണെന്ന് വെച്ച് ആദ്യം ദേഷ്യത്തോടെ പറഞ്ഞു. ഷടപ്പ്. ഗൗരി പെട്ടെന്ന് പറഞ്ഞു. എന്ത്? ഒന്നുമില്ല, പോവാം. പക്ഷെ ബൈക്ക് മുന്നോട്ട് പോയിട്ടും ഗൗരിയുടെ കണ്ണുകൾ മിററിലേക്ക് തിരിഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ഇപ്പോഴും അർണവ് നിൽക്കുകയായിരുന്നു. കയ്യിൽ അവരുടെ RC ബുക്ക്, കണ്ണുകളിൽ കൊടുങ്കാറ്റ്. കാരണം അവൾ മറ്റൊരാളെ പിടിച്ചു നിന്ന് അവൻ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ മുതൽ ഗൗരിക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി. RC ബുക്ക് എടുക്കാൻ പോകുന്നതാണ് അവൾ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഹൃദയം പറയുന്ന മറ്റൊന്നായിരുന്നു, അവനെ വീണ്ടും കാണാൻ. പോലീസ് സ്റ്റേഷന് മുമ്പിലെത്തിയപ്പോൾ അവൾ ഒരു നിമിഷം നിശ്ചലമായി നിന്നു. അവൾ അകത്തേക്ക് നടന്നു. എക്സ്ക്യൂസ് മീ, ACP അർണവ് സാറുണ്ടോ? അവൾ അല്പം പേടിയോടെ ചോദിച്ചു. കോൺസ്റ്റബിൾ നോക്കി. സാറ് ക്യാബിലുണ്ട്. ഗൗരിയുടെ ഹൃദയം പെട്ടെന്ന് വേഗത്തിൽ മിടിച്ചു. അവൾ ക്യാബിൻ ഡോറിന്റെ അരികിലെത്തി. ഡോറ് പകുതി തുറന്നിരുന്നു. അകത്ത് അർണവ് ഫയൽസ് നോക്കി നിൽക്കുകയായിരുന്നു. അവൾ ഡോറ് നോക്ക് ചെയ്തു. കമീൻ. ആ ശബ്ദം കേട്ട നിമിഷം അവളുടെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞ പോലെ തോന്നി. അവൾ അകത്തേക്ക് കയറി. അർണവ് തലയുയർത്തി നോക്കി. സീറ്റ്. ഗൗരി ഇരുന്നില്ല. എന്റെ RC ബുക്ക്. പ്രൊസീജിയേഴ്സ് നടക്കുക. സർ, മര്യാദ തന്നേ. അവന്റെ ആദരങ്ങളിൽ ചെറിയൊരു ചിരി വിരിഞ്ഞു.
പോലീസ് സ്റ്റേഷനിൽ വന്ന് ACPയോട് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് പേടിയില്ലേ? ടെറസ് വഴി വീട്ടിൽ കയറാനുള്ള പേടി ഇതിന് വേണ്ട. അവൻ ചിരിച്ചു. ഗൗരി കുറച്ചേരം അവനെ നോക്കിയിരുന്നു. എന്നോട് നീ പറയാഞ്ഞേ? എന്ത്? നിങ്ങൾ IPS ആണെന്ന് നീ ചോദിച്ചില്ല. ഞാൻ ടെററിസ്റ്റ് ആണെന്ന് ചോദിച്ചില്ലേ? അതിന് ഞാൻ നോ പറഞ്ഞില്ലേ? അവൻ പതുക്കെ എഴുന്നേറ്റ് അവിടെ അടുത്തേക്ക് നടന്നു. അവൻ താഴ്ന്ന ശബ്ദത്തിൽ ചോദിച്ചു, അപ്പൊ നീ എന്ത് വിചാരിച്ചു? ഞാൻ ക്രിമിനൽ ആണെന്നോ? അവളും ചിരിച്ചു. ആദ്യം എങ്ങനെയാ വിചാരിച്ചേ? അപ്പൊ അന്ന് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? അർണ അവളോട് വളരെ അടുത്ത് നിന്നു. അന്ന് 2 കള്ളന്മാരെ പിടിക്കാൻ ആ വഴി വന്നതാ. അപ്പോഴാ മിന്നലിന്റെ വെളിച്ചത്തിൽ ഒരു പെരുങ്കളിയെ കണ്ടത്. മഴയത്ത് നിന്ന് എല്ലാം മറന്ന് ഡാൻസ് കളിക്കുന്നവളെ കണ്ടപ്പോ എനിക്ക് എന്നെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. സംസാരിക്കാൻ തോന്നി. ആ വാക്കുകൾ കേട്ട് ക്യാബിനിലെ AC തണുപ്പിനിടയിലും അവൾ വിയർത്തു. അൻവർ ടേബിളിൽ നിന്ന് RC ബുക്ക് എടുത്തു. പക്ഷേ കൊടുക്കാതെ കയ്യിൽ പിടിച്ചു നിന്നു. വേണ്ടേ? അവൻ കളിയോടെ ചോദിച്ചു. ഗൗരി അത് പിടിക്കാൻ ശ്രമിച്ച നിമിഷം അവൻ കൈ ഉയർത്തി. സർ, അത് താ. ഒരു ചോദ്യത്തിന് ഉത്തരം പറ. എന്ത്? അവൻ മുഖം സീരിയസ് ആക്കി. ഇന്നലെ അവൻ എന്തിനാ നീ അങ്ങനെ പിടിച്ചത്? ബൈക്കിൽ നിന്ന് വീഴാതിരിക്കാൻ. ടു ടൈറ്റ്ലി? അവൾ അവനെ നോക്കി കുറച്ച് സെക്കൻഡ് നിശബ്ദമായി നിന്നു. പിന്നെ പതുക്കെ ചിരിച്ചു. ആർ യു ജലസ്? ഞാനൊരു ACPയാ. ഐ ഡോണ്ട് ഗെറ്റ് ജലസ്. അവൻ പതുക്കെ പറഞ്ഞു. കള്ളം. അവന്റെ ശബ്ദം താഴ്ന്നു. എന്നാ സത്യം പറയട്ടെ, നീ അവനെ പിടിച്ചെന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എന്തേ? അവനെ കുറച്ചേരം മിണ്ടാതെ അവളെ നോക്കി. പിന്നെ വളരെ പതുക്കെ പറഞ്ഞു, നീ എന്നെ മാത്രം അങ്ങനെ പിടിച്ചാൽ മതി. ഗൗരിയുടെ ഹൃദയം ആ നിമിഷം നിശ്ചലമായി. ക്യാബിന് പുറത്തുള്ള ശബ്ദങ്ങൾ പോലും അവൾ കേൾക്കാനായില്ല. അവൻ RC ബുക്ക് അവളുടെ കയ്യിൽ കൊടുത്തു. പക്ഷേ കൈ പിൻവലിക്കുന്നതിന് മുമ്പ് അവളുടെ കൈകൾ ചെറുതായി പിടിച്ചു. ഒന്ന് ഓർത്തു വെച്ചോളൂ റേഡിയോ, എൻ്റെ അടുത്തുനിന്ന് അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. നിന്നെയും കൊണ്ട് ഞാൻ പോവും. അവൻ വളരെ മൃദുവായി പറഞ്ഞു. അവളൊരു വിറയലോടെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. അത് കണ്ട് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവന്റെ മെസ്സേജുകൾക്കും കോളിനും വേണ്ടി അവൾ കാത്തിരിക്കാൻ തുടങ്ങി. ഫുഡ് കഴിച്ചോ, ക്ലാസ് കഴിഞ്ഞോ, വെറുതെ മഴ നനഞ്ഞ് പനി പിടിക്കരുത്, അവളുടെ ദിവസം തുടങ്ങുന്നു അവസാനിക്കുന്നൊക്കെ അവന്റെ മെസ്സേജിലൂടെ ആയിരുന്നു. ഒരു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഫോൺ നോക്കിയ നിമിഷം അവളുടെ അധരങ്ങളിൽ അറിയാതൊരു ചിരി വിരിഞ്ഞു. അർണവ് കോളിംഗ്. ഹലോ, പുറത്തേക്ക് വാ. എവിടെ? മെയിൻ ഗേറ്റ്. എന്തിന്? ടു മെനി ക്വസ്റ്റ്യൻസ് റേഡിയോ, കമോൺ. അവൻ പറഞ്ഞ് കോൾ കട്ടാക്കി. അവൾ ചിരിച്ചുകൊണ്ട് ബാഗ് ഷോട്ടിലേക്ക് കയറ്റി പുറത്തേക്ക് നടന്നു. കോളേജ് ഗേറ്റ് കടന്ന നിമിഷം അവളുടെ കണ്ണുകൾ അവനെ തേടി. റോഡ് സൈഡിൽ ബ്ലാക്ക് ജീപ്പിനരികിൽ ചാരി നിൽക്കുന്ന അർണവ് അവളെ കണ്ട നിമിഷം അവന്റെ കണ്ണുകളൊന്നും തിളങ്ങി. ഇന്ന് വൈകിയല്ലോ. ക്ലാസ് ഉണ്ടായിരുന്നു ACP സർ. ഓക്കെ, എക്സ്ക്യൂസസ് ആക്സെപ്റ്റഡ്. കയറ്. ഗൗരി ജീപ്പിലേക്ക് കയറി. എവിടേക്കാ പോകുന്നത്? തട്ടിക്കൊണ്ടുപോവാ. അവൾ കണ്ണി വിളിച്ചു. സീരിയസ്ലി ചോദിച്ചാ? ഒരു സ്ഥലത്തേക്ക്. അതെവിടെ? ക്ഷമ എന്നൊരു സാധനം ഉണ്ടല്ലോ. എനിക്കില്ല, തീരെ ഇല്ല. അവൻ ചിരിച്ചു. അറിയാം, നീ റേഡിയോ ആണല്ലോ. ഗൗരി ചുണ്ടി വിളിച്ച് പുറത്തേക്ക് നോക്കി. ജീപ്പ് സിറ്റി വിട്ട് മലമുകളിലേക്കുള്ള റോഡിലേക്ക് കയറി. സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങിയായിരുന്നു. ഓറഞ്ച് നിറമുള്ള വെളിച്ചം മലകളിൽ പടർന്നു. കാറ്റ് തണുത്തു തുടങ്ങി. എങ്ങോട്ടാ പോകുന്നേ? എനിക്കെന്തൊരു പേടി പോലെ. അവൻ സ്റ്റിയറിംഗിൽ നിന്ന് കൈമാറ്റി അവളുടെ കൈ മൃദുവായി പിടിച്ചു. ഞാനുണ്ടല്ലോ കൂടെ. ആ വാക്കുകൾ കേട്ട നിമിഷം അവളുടെ ഉള്ളിലെ ഭയം പകുതി ഇല്ലാതെയായി. കുറച്ചു സമയത്തിന് ശേഷം ജീപ്പ് ഒരു ഹിൽ ടോപ്പിൽ നിർത്തി. മുകളിലേക്ക് ചെറിയൊരു വ്യൂ പോയിന്റ്. കാറ്റിൽ മണ്ണിന്റെ മണം. താഴെ സിറ്റി ലൈറ്റ്സ് ചെറു നക്ഷത്രങ്ങളെ പോലെ മിന്നുന്നു. വാ. അവൻ കൈ നീട്ടി. ഗൗരി കുറച്ച് മടിച്ച് അവന്റെ കൈ പിടിച്ചു. ആ സ്പർശം ഓരോ തവണ അവളുടെ ഹൃദയതാളം എന്തിനോ കൂട്ടി. ആ ഒരു വ്യൂ പോയിന്റിന്റെ അരികിലെത്തി നിന്നു. അവിടെ നല്ല വ്യൂ കാണാമായിരുന്നു. വാവ്! അവൾ കുട്ടിയെ പോലെ ചുറ്റും നോക്കിയായിരുന്നു. അർണ അവളെ മാത്രം നോക്കി നിന്നു. എന്തെങ്കിലും നോക്കുന്നേ? കാറ്റിൽ അവളുടെ മുടി മുഖത്തേക്ക് വീണു. അർണ അത് വളരെ പതുക്കെ മാറ്റി കൊടുത്തു. ആ സ്പർശത്തിൽ അവളുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. ഗൗരി, നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്റെ ദിവസങ്ങൾ മാറി. മുമ്പ് രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പോലും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവിടെ എന്നെ കാത്തിരിക്കാൻ ആരുമില്ല. പക്ഷെ ഇപ്പൊ വീട്ടിലെത്തിയ നിന്റെ മെസ്സേജ് ഉണ്ടാവുമെന്ന് ഞാൻ നോക്കും. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അർണവ്? അവനവളുടെ വാക്കിൽ തടഞ്ഞു. പിന്നെ വളരെ പതുക്കെ പോക്കറ്റിലേക്ക് കൈ നീട്ടി. ഒരു ചെറിയ ബ്ലാക്ക് ബോക്സ്. ഗൗരിയുടെ ഹൃദയം ആ നിമിഷം ഭ്രാന്തി പിടിച്ച പോലെ മിടിച്ചു. അവൻ ബോക്സ് തുറന്നു. അകത്ത് ചെറിയൊരു ഡയമണ്ട് റിങ്. ഹിൽ ടോപ്പിലൂടെ വീശിയ തണുത്ത കാറ്റിനേക്കാൾ ശക്തമായി അവളുടെ ശരീരം വിറച്ചു. അർണ അവളുടെ മുന്നിലേക്ക് വന്നു. ആ രാത്രി നിന്നെ മിന്നൽ വെളിച്ചത്തിൽ ടെറസിൽ നിന്ന് ആദ്യമായി കണ്ട നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നു ഗൗരി. നീ സംസാരിക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടും. നീ ചിരിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ ഞാനും ചിരിക്കും. നീ മറ്റൊരാളെ പിടിച്ചെന്ന
എനിക്ക് ദേഷ്യം വരും. അവൻ ചിരിച്ചുകൊണ്ട് കരഞ്ഞു. പൊസസീവ് സൈക്കോ. യാ, നിന്നോട് മാത്രം. അവളുടെ ഹൃദയം പൂർണ്ണമായി അവനിലേക്ക് വഴുതി വീണു. അർണവ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത്? ഞാൻ മാത്രം ഇവിടെ കൺഫ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗൗരി നാണത്തോടെ കണ്ണു മാറ്റി. റേഡിയോ? അവൻ വളരെ അടുത്തേക്ക് ചായഞ്ഞു. പറ. എന്ത്? നിനക്കറിയാം. അവൾ ശ്വാസം വലിച്ചു. എനിക്ക് പേടിയാ. എന്നെയോ? അവൾ കണ്ണുകളടച്ചു. അല്ല, ഇത്ര വേഗം ഒരാൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതിയില്ല. അവന്റെ കണ്ണുകൾ തിളങ്ങി. അവനവളുടെ കൈകൾ തന്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വേറെ, എന്നെക്കാളും അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഗൗരി. ആ വാക്കുകൾ കേട്ട നിമിഷം അവളുടെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. ഏയ്, അവൻ പെട്ടെന്ന് നെർവസായി. എന്തിനാ കരയുന്നേ? ഗൗരി ചിരിച്ചുകൊണ്ട് കണ്ണുനീർ തുടച്ചു. ബിക്കോസ് അതിലേറെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അർണവിന്റെ ശ്വാസം ആ നിമിഷം നിശ്ചലമായി. എന്താ? ഒന്നുകൂടെ പറഞ്ഞേ. ഗൗരി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന അർണവ്, ഒരുപാട് ഒരുപാട്. ആ വാക്കുകൾ കേട്ട നിമിഷം അവൻ കണ്ണുകൾ അടച്ചു. പിന്നെ പതുക്കെ ചിരിച്ചു. അവൻ റിങ്ങെടുത്ത് അവളുടെ വിരലിൽ ധരിപ്പിച്ചു. പെർഫെക്റ്റ് ഫിറ്റ്. എന്റെ സൈസ് എങ്ങനെ അറിഞ്ഞു? അവൻ കണ്ണിറുക്കി. ഞാനൊരു ACP. എവറിത്തിങ് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. ഗൗരി ചിരിച്ചു. അടുത്ത നിമിഷം കാറ്റിൽ വിറങ്ങലിച്ച് നിന്ന അവളെ അർണവ് പതുക്കെ തന്റെ അടുത്തേക്ക് വലിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ ഷർട്ട് പിടിച്ച് അടുത്തേക്ക് ചാഞ്ഞു. ഗൗരി അവന്റെ നെഞ്ചിൽ തലയായിച്ചു. ലോകം മൊത്തം കീഴടക്കിയ സന്തോഷം തോന്നി അർണവിന്. അടുത്ത ആഴ്ച ഗൗരിയുടെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ മുതൽ ഫോൺ നിർത്താതെ ശബ്ദിക്കുകയായിരുന്നു. ഫ്രണ്ട്സ്, കസിൻസ്, ഫാമിലി വിഷസ്. പക്ഷെ അവൾ കാത്തിരുന്ന് ഒരേ ഒരാളുടെ മെസ്സേജ് മാത്രം, അർണവ്. പക്ഷെ രാവിലെ 8 മണിയായിട്ട് മെസ്സേജ് ഇല്ല, കോളില്ല. ഗൗരി ബെഡിൽ കിടന്ന് ഫോൺ സ്ക്രീൻ നോക്കി മുഖം ചുളിച്ചു. ഇങ്ങനെ ബർത്ത്ഡേ മറന്നോ? ആൾ ദേഷ്യം വന്ന് പില്ലോ എടുത്തെറിഞ്ഞു. അപ്പോഴാണ് ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്തത്. അർണവ് കോളിംഗ്. അവളുടെ കോൾ എടുത്തു. ഹലോ. വേഗം റെഡിയാവും. എന്തിന്? 30 മിനിറ്റ്സ്. അർണവ് ഇന്നെന്താ ഡേ എന്നറിയോ? മൺഡേ. അയ്യോ എന്റെ ദൈവമേ. അവൻ ചിരിയടക്കിയായിരുന്നു. ഓൺലി 30 മിനിറ്റ്സ് റേഡിയോ. കോൾ കട്ട്. സൈക്കോ മനുഷ്യൻ. അവൾ മുറുമുറുത്തെങ്കിലും ആദരങ്ങളിൽ ചിരിയുണ്ടായിരുന്നു. കൃത്യം അരമണിക്കൂറിന് ശേഷം ഒരു ബുള്ളറ്റുമായി വീടിന്റെ മുന്നിൽ നിർത്തി. ഗൗരി പുറത്തേക്ക് വന്ന നിമിഷം അർണവ് കണ്ണെടുക്കാൻ പറ്റാതെ അവളെ തന്നെ നോക്കി നിന്നു. വൈറ്റ് ലോങ് ഫ്രോക്ക്, മുടി മുന്നിലേക്ക് അഴിച്ചിട്ടുണ്ട്, ചെറിയ സിൽവർ ഇയറിങ്സ്. എന്തെങ്കിലും നോക്കുന്നേ? അവൾ നാണത്തോടെ ചോദിച്ചു. ഏയ്, സുന്ദരിയായിട്ടല്ലോ ബർത്ത്ഡേ ബേബി. ഗൗരിയുടെ കവിളുകൾ ചുവന്നു. വിഷുവലും ചെയ്തില്ല. അത് ലാസ്റ്റിലേക്ക് വെച്ചിരിക്കുക. ഇപ്പൊ പറഞ്ഞെന്താ? നീ കയറ്. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. മഴയുടെ തണുത്ത കാറ്റിലൂടെ ബ്ലാക്ക് ബുള്ളറ്റ് റോഡിലൂടെ പാഞ്ഞു പോവുകയായിരുന്നു. റോഡിന്റെ ഇരുവശവും കാടുകൾ. മഴ കഴിഞ്ഞതിന്റെ ഈർപ്പമുള്ള മണം കാറ്റിൽ നിറഞ്ഞിരുന്നു. പക്ഷേ അവൾ അവനെ പിടിച്ചിരുന്നില്ല. അവൾ സീറ്റിന്റെ സൈഡ് ഹാൻഡിൽ മുറുക്കെ പിടിച്ച് ദൂരെ ഇരിക്കുകയായിരുന്നു. മിററിലൂടെ അത് കണ്ട അർണവിന്റെ ചുണ്ടിൽ ചെറിയൊരു ചിരി വിരിഞ്ഞു. റേഡിയോ, ഞാൻ ഡ്രൈവറാണോ ഇത്ര ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്നത്? ഞാൻ വീഴില്ല. പക്ഷെ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. എന്റെ ഗേൾ ഫ്രണ്ട് എന്നെ പിടിക്കാതിരിക്കുന്നത് ഈഗോക്ക് ഹേർട്ടാവുന്നു. ഗൗരി ചിരിയടക്കാൻ ശ്രമിച്ചു. പബ്ലിക് റോഡാ, ആരെങ്കിലും കണ്ടാ? കണ്ടോട്ടെ, കണ്ടാലെന്താടി? ഞാനൊരു ലക്കി ഫെല്ലോ ആണെന്ന് അവർ വിചാരിക്കും. ഒന്ന് ഹഗ്ഗിയടി. ഇല്ല, എനിക്ക് നാണോ. നിനക്ക് നാണോ വരുമോ? അവൻ കുറുമ്പോടെ ചിരിച്ചു. നേരെ നോക്കി വണ്ടി ഓടിക്കാറുണ്ടാവും. ആദ്യം ഹഗ്. ഇല്ല. ഷോ. അടുത്ത നിമിഷം ബുള്ളറ്റിന്റെ സ്പീഡ് പെട്ടെന്ന് കൂടി. അർണവ്! ഗൗരി പേടിച്ച് വിളിച്ചു. കാറ്റ് ശക്തിയായി മുഖത്തടിച്ചു. റോഡിലെ വളവുകളിലൂടെ ബൈക്ക് വേഗത്തിൽ പാഞ്ഞു. പതുക്കെ പതുക്കെ അർണവ്! അവൾ നിലവിളിച്ചു. പിടിച്ച കുറക്കാം. സൈക്കോ! അവൻ ചിരിച്ചു. ബുള്ളറ്റ് വീണ്ടും സ്പീഡ് കൂടി. പേടിൽ ഗൗരി ഒടുവിൽ അവന്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു. ഇത് പോരാ. ദൈവമേ! അവൾ ഒടുവിൽ അവനെ പിന്നിൽ നിന്ന് മുഴുവനായി ചേർത്ത് പിടിച്ചു. ആ നിമിഷം അർണവിന്റെ ചുണ്ടിൽ വിജയിച്ച കുഞ്ഞിനെ പോലെ ഒരു ചിരി വിരിഞ്ഞു. ബുള്ളറ്റിന്റെ സ്പീഡ് ഉടനെ കുറഞ്ഞു. ദുഷ്ടൻ! ഗൗരി അവന്റെ പുറത്തടിച്ചു. ഈ മെത്തേഡ് കൊള്ളാം, അവനൊരു കുറുമ്പോടെ പറഞ്ഞു. ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. പക്ഷെ അവന്റെ മേലേക്ക് ചേർന്നിരുന്നപ്പോൾ ലോകത്തിലെ സേഫസ്റ്റ് പ്ലേസ് അതാണെന്ന് അവൾക്ക് തോന്നി. കാറ്റിൽ അവളുടെ മുടി അർണവിന്റെ കഴുത്തിൽ തട്ടിക്കൊണ്ടിരുന്നു. അവൻ ചെറുതായി തലതിരിച്ചു. നല്ല രസമുണ്ട് ഇങ്ങനെ പോവാൻ. ഞാനിപ്പോ വിടും. എങ്കിൽ വീണ്ടും ഞാൻ സ്പീഡ് കൂട്ടും. അവളുടനെ അവനെ കൂടുതൽ മുറുക്കി പിടിച്ചു. അത് കണ്ട് അർണവ് ചിരിച്ചു. ഗൗരിയുടെ കവിളുകൾ ചുവന്നു. കുറച്ചുനേരം അവർ നിശബ്ദമായി യാത്ര ചെയ്തു. ഗൗരി, നീ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോഴേ റോഡിലേക്ക് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
ഇയാളെന്നെ പിടിച്ചിരിക്കാൻ പറഞ്ഞേ. പക്ഷെ നിന്റെ ഈ മണമുണ്ടല്ലോ, എന്റെ മോളെ മൊത്തം കൺട്രോളും പോകുന്നുണ്ട്. യുവർ സ്മെൽ ഈസ് ടു ഗുഡ്. ഗൗരി അവന്റെ ഷോട്ടിലേക്ക് മുഖം മറച്ചു. നിങ്ങളിങ്ങനെ ഫ്ലേർട്ട് ചെയ്താൽ ഞാൻ ഇറങ്ങിപ്പോവും. ഓടുന്ന ബുള്ളറ്റിന്നോ? അവൾ ചിരിച്ചുകൊണ്ട് കണ്ണടച്ചു. കാറ്റിനേക്കാൾ വേഗത്തിൽ മിടിച്ചിരുന്ന് അവരുടെ ഹൃദയങ്ങളായിരുന്നു. നമ്മളെങ്ങോട്ടാ പോകുന്നേ? സീക്രട്ട്. ഒന്ന് ക്ഷമിക്ക് ബർത്ത്ഡേ ബേബി. അവസാനം ബുള്ളറ്റ് ഒരു ചെറിയ വുഡൻ ഗേറ്റ് മുമ്പിൽ നിർത്തി. ഗൗരി ഇറങ്ങി ചുറ്റും നോക്കി. മരങ്ങൾക്കിടയിൽ ചെറിയ വുഡൻ കോട്ടേജ്, അരികിലൂടെ ഒഴുകുന്ന അരുവി, ചുറ്റും കുറെ ലൈറ്റ്സ്. ഹാപ്പി ബർത്ത്ഡേ ഗൗരി എന്ന് വലുതായി എഴുതിയിട്ടുണ്ട്. അവളുടെ കണ്ണുകൾ വലുതായി. അവൻ അവൾ മാത്രം നോക്കി നിന്നു. ഹാപ്പി ബർത്ത്ഡേ റേഡിയോ. ആ നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതൊക്കെ എനിക്ക് വേണ്ടിയാണോ? അവൻ കണ്ണിറുക്കി. യാ, ACP പ്ലാനിങ് പെർഫെക്റ്റ് ആയിരിക്കണം. ഗൗരി അവനെ നോക്കി നിശ്ചലമായി നിന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ആൾക്കായി ഇത്ര എഫേർട്ട് എടുക്കുന്നത്. അർണവ് അടുത്തേക്ക് വന്നു. കരയാൻ പാടില്ലെന്ന്. ഞാൻ സന്തോഷം വരുമ്പോൾ കരയും. അവൾ ചിരിച്ചുകൊണ്ട് കണ്ണുനീർ തുടച്ചു. അർണവളുടെ കൈ പിടിച്ച് പുഴയുടെ അരിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ചെറിയ വുഡൻ ടേബിൾ, കാൻഡിൽസ്, ഫ്ലവേഴ്സ്, കൂടാതെ ചെറിയ ചോക്ലേറ്റ് കേക്ക്. കാറ്റിൽ കാൻഡിൽ ചെറുതായി വിറങ്ങലിച്ചു. അർണവ്, ഇത് ശരിക്കൊരു മൂവി പോലെയുണ്ട്. അവനടുത്തേക്ക് ചാഞ്ഞു. യാ, ഇറ്റ്സ് എ മൂവി. നീയാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. കേക്ക് കട്ട് ചെയ്യുമ്പോൾ പോലും അവന്റെ കണ്ണുകൾ അവളിൽ നിന്ന് മാറിയില്ല. ബർത്ത്ഡേ ബേബി, വിഷ് എന്താന്ന് പറയൂ? അവൻ പറഞ്ഞു. ഗൗരി കണ്ണുകളടച്ചു. ബർത്ത്ഡേ വിഷ് ആരോടും പറയാൻ പാടില്ല, പറഞ്ഞാൽ നടക്കില്ല. ഞാൻ ACP ആണേ, ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കും. അവൾ ചിരിച്ചു. നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. ആ വാക്കുകൾ കേട്ട നിമിഷം അവൻ വളരെ പതുക്കെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. യാ, ഓൾവേസ്. കാറ്റ് തണുത്തു തുടങ്ങി. പുഴയുടെ അരികിലെ ചെറിയ വുഡൻ ബ്രിഡ്ജിലേക്ക് അവർ നടന്നു. താഴെ വെള്ളം ഒഴുകുന്ന ശബ്ദം മാത്രം. ഗൗരി റെയിങ്ങിൽ പിടിച്ചു നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് അർണവളെ ചേർത്ത് പിടിച്ചു. അവന് നെഞ്ചിന്റെ ചൂട് അവളുടെ പുറത്ത് പടർന്നു. അർണവ്, എന്റെ ഹൃദയം ഇപ്പൊ പൊട്ടി പുറത്തു വരും. അവൾ പതുക്കെ തിരിഞ്ഞു. ഇപ്പോൾ ഇരുവരും വളരെ അടുത്ത്. അവന്റെ കണ്ണുകൾ നേരെ അവളുടെ അധരങ്ങളിലേക്ക് താഴ്ന്നു. ഗൗരിയുടെ ശ്വാസം ഒന്ന് മുട്ടി. എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്റെ കൺട്രോൾ പോകുന്നുണ്ട്. ആ ശബ്ദം കേട്ട നിമിഷം അവിടെ ശരീരമായി വിറച്ചു. അവനവളുടെ കവളിൽ വിരലുകൾ ചേർത്തു. നിനക്കറിയോടി, നീ എൻ്റെ അടുത്തേക്ക് വരുമ്പോ എന്റെ തല വർക്ക് ചെയ്യുന്ന നിർത്തും. ഗൗരിയുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. അർണവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പിന്നെ കണ്ണുകളിൽ, കവിളിൽ. ഓരോ സ്പർശനവും അവളുടെ ശ്വാസം കവർന്നെടുത്തു. മതി, എനിക്ക് നിർത്താൻ പറ്റുന്നില്ല ഗൗരി, എന്നെ തടയല്ലേ. അവനവളുടെ ആദരങ്ങൾക്കരികിൽ പറഞ്ഞു. ഗൗരി തടഞ്ഞില്ല. പകരം അവന്റെ ഷർട്ട് മുറുകെ പിടിച്ചു. ആ നിമിഷം അവന്റെ നിയന്ത്രണം പൂർണ്ണമായി തകർന്നു. അവൻ വളരെ ആഴത്തിൽ അവളുടെ ആദരങ്ങൾ സ്വന്തമാക്കി. ഗൗരിയുടെ ലോകം മുഴുവൻ നിശ്ചലമായി. അവളുടെ വിരലുകൾ അവന്റെ മുടിയിലേക്ക് ചേർന്നു. അർണവ് അവളെ കൂടുതൽ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം മറിച്ചു. നാണാണോ? റേഡിയോ സൈലന്റ് ആയല്ലോ. അവൾ പതുക്കെ തല ഉയർത്തി. ഇത് തുടക്കം മാത്രമാണ് ബേബി. പിന്നെ അവനവളെ വീണ്ടും തന്റെ കൈകളിലേക്ക് വലിച്ചു. മഴയും കാടിന്റെ തണുത്ത കാറ്റും മാത്രം സാക്ഷിയായി. അവരുടെ ശരീരങ്ങൾ തമ്മിലുള്ള ദൂരം പൂർണ്ണമായി ഇല്ലാതായി. ഒരു തളർച്ചയോടെ അർണവിന്റെ നെഞ്ചിലേക്ക് മുഖം മറച്ചിടക്കിയായിരുന്നു ഗൗരി. അവളുടെ ശ്വാസം ഇപ്പോഴും വേഗത്തിലായിരുന്നു. അവന്റെ കൈകൾ അവളുടെ അരയിൽ മുറുകെ ചുറ്റിയിരുന്നു. അർണവ് വളരെ പതുക്കെ അവളുടെ മുടിയിലൂടെ വിരലുകൾ ഓടിച്ചു. ഗൗരി, ലുക്ക് അറ്റ് മീ. ഗൗരി പതുക്കെ തല ഉയർത്തി നോക്കി. അവളുടെ കവിളുകൾ ഇപ്പോഴും ചുവന്നിരുന്നു. അതരങ്ങൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. അർണവ് കുറച്ച് നിമിഷം ഒന്നും പറയാതെ അവളെ നോക്കി നിന്നു. അവനവളുടെ കവിളിൽ കൈ ചേർത്തു. ഡു യു റിഗ്രറ്റ് ഇറ്റ്? എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല ഗൗരി. വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ആ ചോദ്യം ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ ചെറിയൊരു കുറ്റബോധമുണ്ടായിരുന്നു. അവൾ വളരെ പതുക്കെ അവന്റെ കൈ പിടിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ. ആ രാത്രി ടെറസിൽ നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. പക്ഷെ നിങ്ങൾ പോയ ശേഷം ആ വീട്ടിലെ ഓരോ കോണിലും ഞാൻ അന്വേഷിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾക്കിടയിൽ റിഗ്രറ്റ് തോന്നിയ ഒരു സെക്കൻഡ് പോലും ഉണ്ടായിട്ടില്ല. അർണവിന്റെ കണ്ണുകൾ തിളങ്ങി. അതെ, നീ ഇങ്ങനെ സംസാരിച്ചാലേ വീണ്ടും എന്റെ കൺട്രോൾ തെറ്റും. അവന്റെ കണ്ണുകൾ വീണ്ടും അവളുടെ അതരങ്ങളിലേക്ക് താഴ്ന്നു. ഗൗരിയുടെ ശ്വാസം വീണ്ടും വിറച്ചു. ആൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഞാൻ ഓൾറെഡി നിങ്ങളുടേതായി കഴിഞ്ഞ ACP സാർ. ഞാൻ ഓഫീസിലായിട്ട് വരുന്നുണ്ട് നിന്നെ കെട്ടാൻ. ഇനിയും കാത്തിരിക്കാൻ വയ്യടി. അവൾ സന്തോഷത്തോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുടുംബങ്ങളുടെ സമ്മതത്തോടെ ലളിതമായൊരു എൻഗേജ്മെന്റ് നടന്നു.
അർണവ് ഗൗരിയുടെ പേരിൽ മോതിരമിടുമ്പോൾ അവളുടെ കണ്ണുകളിൽ സന്തോഷവും വിശ്വാസവും നിറഞ്ഞിരുന്നു. 1 മാസത്തിനുള്ളിൽ വിവാഹം നടത്താൻ തീരുമാനിച്ചു. വിവാഹ ദിവസം അടുത്തു വരികയായിരുന്നു. വീട്ടിൽ മുഴുവൻ ഒരുക്കങ്ങളുടെ തിരക്കായിരുന്നു. ഗൗരിയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞിരുന്നു. പക്ഷേ ഒരു ദിവസം രാവിലെ അവൾക്ക് പെട്ടെന്ന് കടുത്ത വയറുവേദന തുടങ്ങി. വിവാഹത്തിന്റെ തിരക്കുകൾ കൊണ്ട് വീട്ടിലെല്ലാവരും ബിസിയായിരുന്നു. അർണവ് ഒരു ഇമ്പോർട്ടന്റ് കേസ് കാരണം പുറത്തായിരുന്നു. ഞാൻ വരാം നിന്റെ കൂടെ, ആദ്യ ഉടനെ പറഞ്ഞു. ഹോസ്പിറ്റൽ ചെക്കപ്പ് കഴിഞ്ഞ് ഡോക്ടർ ചില ടെസ്റ്റുകൾ എഴുതി കൊടുത്തു. ഗൗരി പുറത്ത് റിപ്പോർട്ട് കാത്തിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ആദ്യ റിപ്പോർട്ട് കയ്യിൽ പിടിച്ച് പുറത്തു വന്നു. പക്ഷെ അവന്റെ മുഖത്തെ ഗൗരവം കണ്ട നിമിഷം ഗൗരിയുടെ ഹൃദയമെല്ലാം മിടിച്ചു. ആദ്യം എന്താ? അവൻ കുറച്ചേരൊന്നും മിണ്ടാ നിന്നു. പിന്നെ വളരെ പതുക്കെ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു നിനക്കൊരിക്കലും ഒരു അമ്മയാവാൻ പറ്റില്ലെന്ന്. ആ വാക്കുകൾ കേട്ട നിമിഷം ഗൗരിയുടെ ലോകം മുഴുവൻ നിശ്ചലമായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അർണവിന്റെ മുഖം മനസ്സിലേക്ക് വന്നു. അവൻ പറഞ്ഞ വാക്കുകൾ, എനിക്കൊരു ഫാമിലിയെ തന്നതിന് താങ്ക്സ്. ഗൗരി കണ്ണുകൾ അടച്ചു. അവൻ ഇതറിഞ്ഞാലും തന്നെ വിവാഹം ചെയ്യും, ഒരിക്കലും തന്നെ ഉപേക്ഷിക്കില്ല. അവൾ തലവിളിക്ക്. ഇല്ല, അവനൊരു കുഞ്ഞ് വേണം, കംപ്ലീറ്റ് ലൈഫ് വേണം. ഞാനത് എടുത്തിളയാൻ പാടില്ല. അവൾ തീരുമാനിച്ചു. വിവാഹം നിർത്തണം. അടുത്ത ദിവസം അവൾ അർണവിനെ വിളിച്ചു. എനിക്കൊന്ന് കാണണം. അവളുടെ ശബ്ദത്തിലെ കടുപ്പം കേട്ട് അർണവ് പോലും ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. ഒരു കഫേയുടെ പുറത്ത് അവൻ എത്തിയപ്പോൾ ഗൗരി ഇതിനകം അവിടെ ഉണ്ടായിരുന്നു. റേഡിയോ, ആ പേരിന് വിളിക്കണ്ട. അർണവ് ഞെട്ടി. ഗൗരി എന്തു പറ്റി? അവൾ കണ്ണു മാറ്റി. എനിക്ക് വിവാഹം വേണ്ട. ഒരു നിമിഷം അവനൊന്നും മനസ്സിലാവാതെ അവൾ നോക്കി. എന്ത്? ബ്രേക്കപ്പ് ചെയ്യാം. നിങ്ങളെനിക്ക് ജസ്റ്റ് ടൈം പാസ് ആയിരുന്നു. ആ വാക്കുകൾ കേട്ട നിമിഷം അർണവിന്റെ മുഖം പൂർണ്ണമായി മാറി. നീ എന്താ തമാശ പറയാണോ? എന്റെ മുഖത്തേക്ക് നോക്ക് ഗൗരി. ഗൗരിയുടെ ഹൃദയം പൊട്ടുന്ന പോലെ വേദനിച്ചെങ്കിലും അവൾ മുഖം തിരിച്ചു. നിങ്ങളെന്റെ സീരിയസ് റിലേഷൻഷിപ്പ് ഒന്നും അല്ലായിരുന്നു. അർണവ് അവളുടെ അടുത്തേക്ക് വന്നു. അപ്പോ നമുക്കിടയിൽ നടന്നോക്കെ? അവന്റെ ശബ്ദം വിറച്ചു. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവളൊന്ന് മറച്ചു. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. അതൊന്നും എന്റെ ഫസ്റ്റ് ടൈം അല്ല. എനിക്ക് വേറെയും കുറെ റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് എന്റെ വീട്ടിൽ പറഞ്ഞ കല്യാണം ക്യാൻസൽ ചെയ്യണം. അർണവ് നിശ്ചലനായി. ആ വാക്കുകൾ കേട്ട നിമിഷം അവന്റെ കണ്ണുകളിൽ എന്തോ തകർന്നു. ഗൗരിക്ക് അവനെ നോക്കാൻ പോലും കഴിഞ്ഞില്ല. അവൾ തിരിഞ്ഞടന്നു. പിന്നിൽ അർണവ് നിശബ്ദമായി നിന്നു. അർണവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന് ഗൗരി കരുതി. പക്ഷെ അവളെ ഞെട്ടിച്ചുകൊണ്ട് അർണവിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. വീട്ടിൽ എന്ന് പറഞ്ഞ് മുടക്കുമെന്നറിയാതെ അവൾ വിഷമിച്ചു. വിവാഹ ദിവസം വന്നെത്തി. അർണവ് ഗൗരിയുടെ കഴുത്തിൽ താലി കെട്ടി. പക്ഷെ ആ ചടങ്ങ് മുഴുവൻ അവന്റെ മുഖത്തൊരു ചിരി പോലും ഉണ്ടായിരുന്നില്ല. വിവാഹത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഒരു കോള് പോലുമില്ല, മെസ്സേജ് ഇല്ല. നേരിൽ കാണാനവൻ വന്നില്ല. വിവാഹ ദിവസം ആവശ്യത്തിന് മാത്രം സംസാരിച്ചു. രാത്രി വീട്ടിലെത്തിയിട്ടും അവനവളെ നോക്കാതെ ബാൽക്കണിയിൽ നിന്നു. ഗൗരി കണ്ണു നിറച്ച് അവനെ നോക്കി നിന്നു. ആദ്യ രാത്രി പോലും അവരുടെ ഇടയിൽ നിശബ്ദത മാത്രമായിരുന്നു. ഗൗരി ബെഡിന്റെ അരികിൽ കണ്ണു നിറച്ചിരിക്കുമ്പോൾ അർണവ് ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചുകൊണ്ട് കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു, എന്താ കരയുന്നേ? ACP വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് നീ പരാതി കൊടുത്താലോ? അതുകൊണ്ട് കിട്ടിയതാ, അല്ലാണ്ട് സ്നേഹം കൊണ്ടല്ല. എന്നോട് ഇങ്ങനെ പെരുമാറില്ലേ? ആൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ആൾ നേരെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എങ്ങനെ? നീ പറഞ്ഞില്ലേ ഞാൻ ടൈം പാസ് ആണെന്ന്? ഗൗരി പൊട്ടിക്കറിഞ്ഞെങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെയുള്ള ദിവസങ്ങൾ അതുപോലെയായിരുന്നു. രാവിലെ ഡ്യൂട്ടിക്ക് പോവും, രാത്രി വൈകി തിരിച്ചു വരും. അവളോട് ആവശ്യത്തിന് മാത്രം സംസാരിക്കും. ഒരു സമയത്ത് റേഡിയോ എന്ന് വിളിച്ചിരിച്ചുകൊണ്ട് പിന്നാലെ നടന്ന മനുഷ്യൻ ഇപ്പോൾ ഒരേ വീട്ടിൽ അപരിചിതരെ പോലെ അവർ ജീവിക്കുകയായിരുന്നു. ഗൗരിക്ക് ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്ന പോലെ തോന്നി. തലയുറ്റൽ, ക്ഷീണം, രാവിലെ തന്നെ വൊമിറ്റിംഗ്. സ്ട്രെസ് ഉണ്ടായിരിക്കുമെന്ന് അവൾ കരുതി. ഒരു ദിവസം ക്ഷീണാധികമായപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി. ചെക്കപ്പ് കഴിഞ്ഞ് ഡോക്ടർ റിപ്പോർട്ട് നോക്കി ചിരിച്ചു. കൺഗ്രാറ്റുലേഷൻ മിസ്സിസ് അർണവ്, യു ആർ പ്രഗ്നന്റ്. ഇപ്പം 3 മാസമായി. ഗൗരി ഞെട്ടി എഴുന്നേറ്റു. വാട്ട്? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. ഡോക്ടർ കൺഫ്യൂസ്ഡായി അവളെ നോക്കി. ആര് പറഞ്ഞു? അവർ ഫയൽസ് വീണ്ടും നോക്കി. യുവർ റിപ്പോർട്ട്സ് വേർ പെർഫെക്റ്റ്ലി നോർമൽ. ആ നിമിഷം ഗൗരിയുടെ ലോകം കറങ്ങി. ഈ ടെൻഷൻ്റെ ഇടയിൽ ഡേറ്റ് തെറ്റി അവൾ കാര്യമാക്കിയിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ അമ്മയാവാൻ പറ്റില്ലെന്ന വിശ്വാസത്തിൽ അങ്ങനെ ഒരു സാധ്യത അവൾ ആലോചിച്ചില്ല. ഹോസ്പിറ്റൽ കോറിഡോറിലേക്ക് ഇറങ്ങിയ ഉടനെ അവൾ ആദി വിളിച്ചു. ആദി, സത്യം പറ. അവൻ കുറച്ച് നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഞാനാ കള്ളം പറഞ്ഞ്. ഗൗരിയുടെ കൈകൾ വരച്ചു. എന്തിന്? അവൻ്റെ ശബ്ദം തകർന്നു. ബിക്കോസ് ഐ ലവ്ഡ് യു. നിന്റെ വിവാഹം ക്യാൻസൽ ആണെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇതറിഞ്ഞാൽ നീ അർണവിനെ ഉപേക്ഷിക്കുന്നു കരുതി. പിന്നെ ഞാൻ നിന്നെ വിവാഹം കഴിക്കാമെന്നും കരുതി. ചെയ്തത് തെറ്റാണെന്നറിയാം. പക്ഷേ നിന്നെ വിട്ടുകളയാൻ തോന്നിയില്ല. സത്യം നിന്നോട് പറയാനുള്ള ധൈര്യം പിന്നീട് എനിക്കുണ്ടായില്ല. അപ്പോഴത്തെ എൻ്റെ പൊട്ടബുദ്ധിക്ക് തോന്നിയതാ. എന്നോട് ക്ഷമിക്കുക. സോറി ഗൗരി. ആ വാക്കുകൾ കേട്ട നിമിഷം ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാരണം ഒരു കള്ളം അവരുടെ ജീവിതം മുഴുവൻ തകർത്തിരിക്കുന്നു. ഗൗരി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ വൈകുന്നേരമായിരുന്നു. ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവൾ മരവിച്ചു പോയിരുന്നു. നിലത്ത് വീണുടഞ്ഞ കപ്പ്, തറയിൽ വീണ ഫയൽസ്, മേശ മറിഞ്ഞ നിലയിൽ. സോഫയിൽ അർണവുണ്ടായിരുന്നു. കണ്ണുകൾ ചുവന്നു. മുഖം കനത്ത കോപത്തിലും ഭയത്തിലും മൂടിയിരുന്നു.
അവൻ അവളെ കണ്ട നിമിഷം എഴുന്നേറ്റു. എവിടെയായിരുന്നു നീ? എത്ര വട്ടം നിന്നെ വിളിച്ചു? അവന്റെ ശബ്ദം ആ വീട്ടിൽ മുഴുവൻ മുഴങ്ങി. ഗൗരി ഞെട്ടി. ഫോൺ സൈലന്റ് ആയിരുന്നു. അവൻ ശ്വാസവേഗത്തിൽ അടുത്തേക്ക് വന്നു. ചുറ്റിലും ശത്രുക്കളാ. നിനക്കെന്തെങ്കിലും സംഭവിച്ചോന്ന് ഞാൻ പകുതി മരിച്ച പോലെയായിരുന്നു. എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ ഞാൻ? അവന്റെ കണ്ണിൽ ഭയവും കോപവും ഒരുമിച്ചു. നീ നിന്റെ കാവുമാരുടെ കൂടെ കറങ്ങാൻ പോയതാണോ? കുറേ എണ്ണം ഉണ്ടല്ലോ. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ടേബിൾ തള്ളി പുറത്തേക്ക് തിരിഞ്ഞു നടന്നു. ഡോർ ശക്തമായി തുറന്നു. ഗൗരി ഒരു പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്ക് ഇരുന്നു. രാത്രിയിലെ ഇരുണ്ട റോഡിലേക്ക് അവൻ ഇറങ്ങിപ്പോയി. അവന് കുറച്ച് സമയത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ സോഫയ്ക്കടുത്ത് ബോധമില്ലാതെ കിടക്കുന്ന ഗൗരിയാണ് കണ്ടത്. അവന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അവനുടനെ തന്നെ അവൾ കൈകളിൽ കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഡോക്ടർ പുറത്തു വന്നു. ഇപ്പൊ കൂടുതൽ കെയർ വേണം. ഞാൻ ഗൗരിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ നല്ലോണം ശ്രദ്ധിക്കണമെന്ന്. അർണവ് സംശയത്തോടെ നോക്കി. വാട്ട്? ഡോക്ടർ ശാന്തമായി പറഞ്ഞു. അറിഞ്ഞില്ലേ, ഗൗരി 3 മാസം ഗർഭിണിയാണ്. ചെക്കപ്പ് കഴിഞ്ഞ് ഈവനിങ് ഇവിടുന്ന് പോയതേ ഉള്ളൂ. ആ വാക്കുകൾ കേട്ട നിമിഷം അർണവ് നിശ്ചലമായി. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ നിശബ്ദനായിരുന്നു. മുഖത്ത് ദേഷ്യം മാത്രം. അത് കണ്ട ഗൗരിയുടെ ഹൃദയം തകർന്നു. അവനെ തന്റെ കുഞ്ഞിലെന്ന് കരുതുന്നുണ്ടാവും. എന്നെ വിശ്വസിക്കില്ല എന്ന ഭയം അവളെ പൂർണ്ണമായും തളർത്തി. വീട്ടിലെത്തിയിട്ടും അർണവ് ഒന്നും മിണ്ടിയില്ല. ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഗൗരിയുടെ ഹൃദയം ഭയത്തിൽ വിറച്ചു. അർണവ് തന്നെ അവിശ്വസിച്ചാൽ പിന്നെ ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ പതുക്കെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അർണവ്, പ്ലീസ് എന്തെങ്കിലും പറയേ. അവൻ കണ്ണുകളടച്ച് നിന്നു. ഗൗരി കരഞ്ഞോണ്ട് എൻ്റെ കൈ പിടിച്ചു. അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിന്റെ കുഞ്ഞ്, എന്നെ വിശ്വസിക്കും. ഞാൻ നിന്റെ കൂടെ അല്ലാതെ വേറെ ആരുടെയും. അവൾ പറഞ്ഞേൽക്കും മുമ്പേ അർണവ് പെട്ടെന്ന് തിരിഞ്ഞു. ഷട്ട് അപ്പ് ഗൗരി! അവൻ ആദ്യമായിട്ടാണ് അത്ര ഉറക്കെ ഷൗട്ട് ചെയ്യുന്നത്. അവൾ പേടിച്ച് പിന്നോട്ട് നീങ്ങി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ നിന്നെ സംശയിച്ചോ? ഈ കുഞ്ഞ് നിന്റെ അല്ലെന്ന് ഞാൻ ഒരിക്കലെങ്കിലും പറഞ്ഞോ? ഗൗരി നിശ്ചലയായി. അവൻ നെഞ്ചിൽ കൈവച്ചു. അവന്റെ ശബ്ദം തകർന്നു. ഞാനായിരുന്നു ആദ്യം അറിയേണ്ടത്. ഞാൻ അച്ഛനാകാൻ പോകുന്ന കാര്യം ലോകത്തിൽ മറ്റാരെക്കാളും മുമ്പ് അറിയേണ്ടത് ഞാനായിരുന്നു. എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ തിരിച്ചു വന്നപ്പോഴെങ്കിലും പറയായിരുന്നില്ലേ? ഡോക്ടർ പറഞ്ഞിട്ടാണോ ഞാൻ അറിയേണ്ടത്? ഗൗരിയുടെ കണ്ണുനീരൊഴുകി. അർണവ് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വേദനയായി മാത്രം തോന്നി. നിന്നെ എനിക്ക് അറിയില്ലേടി. ഒരു നിമിഷം പോലും ഞാൻ നിന്നെ സംശയിച്ചിട്ടില്ല. നീ അന്ന് കഫയിൽ വെച്ച് പറഞ്ഞെല്ലാം കള്ളമാണെന്ന് എനിക്ക് അന്ന് തന്നെ അറിയായിരുന്നു. നിനക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തു, ദേഷ്യപ്പെട്ടു, പ്രൊവോക്ക് ചെയ്തു, പലതും പറഞ്ഞ് വേദനിപ്പിച്ചു. അതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും എപ്പോഴെങ്കിലും നീ പൊട്ടിക്കരൻ സത്യം പറയുന്നു കരുതി. അവന്റെ ശബ്ദം വിറച്ചു. അവൻ കണ്ണുകൾ താഴ്ത്തി. പക്ഷെ ഓരോ തവണ നിന്നെ വേദനിപ്പിക്കുമ്പോഴും ഞാൻ ഉള്ളിൽ മരിക്കുകയായിരുന്നു ഗൗരി. നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ആൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ വീണുണ്ടായതെല്ലാം പറഞ്ഞു. അവന്റെ ശബ്ദം തകർന്നിരുന്നു. ഗൗരിയുടെ മുഖം അവൻ കൈകളിലെടുത്തു. നീ എനിക്ക് എത്ര ഇമ്പോർട്ടൻസ് ആണെന്ന് എനിക്കറിയില്ല ഗൗരി. നീ എന്നെ വിട്ടു പോയിരുന്നെങ്കിൽ ഞാൻ മരിച്ചേനെ. നിനക്ക് എങ്ങനെ തോന്നി ഞാൻ നിന്നെ സംശയിച്ചെന്നൊക്കെ ചിന്തിക്കാൻ? എന്നോട് ക്ഷമിക്കാറുണ്ട്. അവൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറിക്കൊണ്ട് കരഞ്ഞു. അവളുടെ കണ്ണുനീർ തുടർന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ അർണവ് ഒരു നിമിഷം അവളെ നോക്കി നിന്നു. ഡോണ്ട് ക്രൈ, അതെന്റെ കുഞ്ഞിന് നല്ലതല്ല. അവളുടെ മുഖം കൈകളിലെടുത്ത് കണ്ണുനീർ പതുക്കെ തുടച്ചു. ബി കെയർഫുൾ ഗൗരി. അവനവിടെ മുന്നിൽ മുട്ടുത്തിയിരുന്നു. വയനാട്ടിൽ കൈവച്ചു. അച്ഛൻ്റെ വാവേ, അച്ഛനിവിടെ ഉണ്ടല്ലോടാ. അവൻ വളരെ മൃദുവായി ചിരിച്ചു. അവനവിടെ വയറിലൊരു നീണ്ട സ്നേഹപൂർണമായ ചുംബനം നൽകി. പിന്നെ പതുക്കെ എഴുന്നേറ്റ് അവളെ നോക്കി. അവളുടെ മുഖം മുഴുവൻ കണ്ണീർ കൊണ്ട് നനഞ്ഞിരുന്നു. അവനൊരു നിമിഷം പോലും മടിച്ചില്ല. അവളുടെ കവിളിൽ, നെറ്റിയിൽ, കണ്ണുകളിൽ ഒന്നൊന്നായി സ്നേഹത്തോടെ ചുംബിച്ചു. കരയില്ലേ മോളെ. അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഞാനിവിടെ തന്നെയുണ്ട് ഗൗരി, എല്ലായ്പ്പോഴും. ഇനി എന്നെ വിട്ടുപോകുന്നതിനെ കുറിച്ച് ചിന്തിക്കല്ലേടി? ഇല്ലായിരുന്നു, അവൾ വിതമ്പിക്കൊണ്ട് പറഞ്ഞു. അവൻ പതിയെ അവളെ വയറിൽ തൊട്ടു. അന്നത്തെ റൊമാൻസ് കഴിഞ്ഞപ്പോഴേ ഞാനിത് കരുതിയതാ. അതെല്ലാം എടുത്തു പിടിച്ച് കല്യാണം നടത്തിച്ചേ. ഒരു കള്ളച്ചിരിയോട് അവൻ പറഞ്ഞു. പടക്കള്ള പോലീസേ. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നെഞ്ചിൽ കടിച്ചു. എന്റെ കുഞ്ഞ് പുറത്തു വരുന്നവരെ റൊമാൻസിന്റെ കാര്യത്തിൽ കൺസിഡറേഷൻ തരാം കേട്ടോ. അത് കഴിഞ്ഞ് മയൊന്നും പ്രതീക്ഷിക്കരുത്. ചിരിച്ചുകൊണ്ട് അവൾ അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ മഴത്തുള്ളികൾ അവരുടെ സന്തോഷത്തിന് കൂട്ടായി ഭൂമിയിലേക്ക് എത്തിയിരുന്നു.